ഇപ്പോൾ നിങ്ങൾ ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിലോട്ട് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. ചിലപ്പം അത് ആപ്ലിക്കേഷൻസ് ആയിരിക്കും, ചിലപ്പം അത് വീഡിയോസ് ആയിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് എങ്ങനെ ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിലോട്ട് ഫയൽസ് സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആപ്പ് സ്റ്റോറിൽ പോവുക. ആപ്പ് സ്റ്റോറിൽ പോകാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആപ്പ് സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സെക്ഷനിലോട്ട് പോവുക. എന്നിട്ട് മൈ ആപ്സ് സെലക്ട് ചെയ്യുക. മൈ ആപ്സ് സെലക്ട് ചെയ്താൽ അതിൽ എല്ലാ ആപ്സും കാണാൻ പറ്റും. അതിൽ നമുക്ക് ആപ്പ് സ്റ്റോർ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പ്രസ് സെലക്ട് ടു സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് റിസീവ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഇപ്പം നിങ്ങൾ സെൻഡ് റിസീവ് എന്നുള്ളത് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അപ്പം ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ, സെൻഡ് ഫയൽ ടു ടി വി എന്നുള്ള ആപ്ലിക്കേഷൻ. ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവും. ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം. അതിനുശേഷം നിങ്ങളുടെ ഫോണിലും ഇതേ സെയിം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഫോണിൽ ഇതേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സെൻഡ് റിസീവ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും, സെൻഡ് ഫയൽസ് ടു ടി വി. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ എത്തുന്നതായിരിക്കും. ഇതിൽ നമ്മൾ സെൻഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫയൽ മാനേജറിൽ എത്തും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം MP3 ഫയലോ അല്ലെങ്കിൽ വീഡിയോ ഫയലോ അല്ലെങ്കിൽ ഇവൺ ആപ്ലിക്കേഷൻസ് വരെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഒരു എക്സാമ്പിളിന് ഞാൻ ഒരു ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ആപ്പ് സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ആമസോൺ ഫയർ ടി വിയിൽ ഏത് വൈഫൈയിലാണോ കണക്ട് ചെയ്തിട്ടുള്ളത് അതേ സെയിം വൈഫൈ ഈ ഒരു ഫോണിലും കണക്ട് ചെയ്തിരിക്കണം. എന്തായാലും അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് ഡിറ്റക്റ്റ് ആവുന്നതായിരിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽ സെൻഡ് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ചിലപ്പം ഇവിടുന്ന് ഇത് പ്ലേ ചെയ്യാനൊക്കെ കഴിഞ്ഞോളണം എന്നില്ല. അങ്ങനത്തെ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ആപ്പ് സ്റ്റോറിൽ പോവുക. ആപ്പ് സ്റ്റോറിൽ പോയതിന് ശേഷം ഫയൽ മാനേജർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഇവിടെ സെർച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ മാനേജർ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ കുറേ ഫയൽ മാനേജേഴ്സ് കാണാൻ പറ്റും. അതിൽ ഇഷ്ടമുള്ള ഫയൽ മാനേജർ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു ഫയൽ മാനേജറാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡൗൺലോഡ് സെക്ഷനിലോട്ട് വന്നാൽ നമുക്ക് ഇപ്പോൾ സെൻഡ് ചെയ്തിട്ടുള്ള ഫയലുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്യാവുന്നതാണ്. അല്ല ആപ്പുകളാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഫയൽസ് നമ്മുടെ ഫോണിൽ നിന്ന് ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിലോട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.